ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 36 നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവമേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആത്മനദി നീ അവരെ കുടിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: They are abundantly satisfied with the fullness of your house, and you give them drink from the river of your pleasures. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഹല്ലേലൂയ ഫുൾനെസ് കൊണ്ട് കർത്താവ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ നിന്ന് എല്ലാവർക്കും കുടിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും തന്നെ ദൈവമെന്ന അറിവൻ അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. നമ്മെ നിർമ്മിച്ച യാഹേ മുൻപിൽ മുട്ടുമടക്കാം, നമസ്കരിക്കാം. താൻ മാത്രമെന്നെന്നും യോഗ്യൻ. കുഞ്ഞാഹേ, നീ മറക്കപ്പെട്ടോ, നീ മാത്രമെന്നെന്നും യോഗ്യൻ. എന്റെ രാജാവേ, നീ ഉയർത്തപ്പെട്ടോ, യേശുവേ നീ മാത്രം യോഗ്യൻ. എന്റെ കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടോ, നീ മാത്രം എന്നെന്നും യോഗ്യൻ. എന്റെ രാജാവേ, നീ ഉയർത്തപ്പെട്ടോ, യേശുവേ നീ മാത്രം യോഗ്യൻ. സിംഹമവൻ, ദാവീദിൻ പേരായവൻ, മുദ്രകൾ പൊട്ടിപ്പാൻ എന്നേക്കും ജയമായവൻ. യഹൂദഗോത്രത്തിൻ സിംഹമവൻ, ദാവീദിൻ പേരായവൻ. പുസ്തകം തുറപ്പാൻ, മുദ്രകൾ പൊട്ടിപ്പാൻ എന്നേക്കും ജയമായവൻ. എല്ലാ നാവും പാടി വാഴ്ത്തും കർത്താവിൻ കർത്താവൻ. എല്ലാ നാവും പാടി വാഴ്ത്തും കർത്താവിൻ കർത്താവൻ. എന്റെ കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടോ, നീ മാത്രമെന്നെന്നും യോഗ്യൻ. എന്റെ രാജാവേ, നീ ഉയർത്തപ്പെട്ടോ, യേശുവേ നീ മാത്രം യോഗ്യൻ. എന്റെ കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടോ, നീ മാത്രമെന്നെന്നും യോഗ്യൻ. എന്റെ രാജാവേ, നീ ഉയർത്തപ്പെട്ടോ, യേശുവേ നീ മാത്രം യോഗ്യൻ. യഹൂദഗോത്രത്തിൽ സിംഹമവൻ, ദാവീദിൻ പേരായവൻ. പുസ്തകം തുറപ്പാൻ, മുദ്രകൾ പൊട്ടിപ്പാൻ എന്നേക്കും ജയമായവൻ. യഹൂദഗോത്രത്തിൽ സിംഹമവൻ, ദാവീദിൻ പേരായവൻ. പുസ്തകം തുറപ്പാൻ, മുദ്രകൾ പൊട്ടിപ്പാൻ എന്നേക്കും ജയമായവൻ. എല്ലാ നാവും പാടി വാഴ്ത്തും കർത്താവിൻ കർത്താവൻ. എല്ലാ നാവും പാടി വാഴ്ത്തും കർത്താവിൻ കർത്താവൻ. സിംഹമായോരേ, ദാവീദിൻ താക്കോൽ നീ തുറന്നാലതു അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്. നീ തുറന്നാലതു അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്. 7 നക്ഷത്രം വലങ്കയിൽ പേടിച്ച് രാജാമോടി ശിരസാരിൽ ഭരിച്ച് 7 നിലവിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. 7 നക്ഷത്രം വലങ്കയിൽ പേടിച്ച് രാജാമോടി ശിരസാരിൽ ഭരിച്ച് 7 നിലവിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ.
തുറപ്പാൻ യോഗ്യനായോനേ. ദൂരസഞ്ചയത്തിൽ ആരാധൻ ക്രിസ്തു. പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മണിസഞ്ചയത്തിൽ ആരാധൻ ക്രിസ്തു. പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. ദൂരസഞ്ചയത്തിൽ ആരാധൻ ക്രിസ്തു. പുസ്തകം തുറപ്പാൻ മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും മടങ്ങിടുമേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും എഴുന്നള്ളി വരുമേ. ഉന്നോട് ചൂടിയ ശിരസിനാൽ ഉന്നോട് ചൂടിയ എഴുന്നള്ളി വരുമേ. വഞ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മറ്റൊന്നറിയിച്ചിടും താരന്റെ വരവിൽ. വഞ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മറ്റൊന്നറിയിച്ചിടും താരന്റെ വരവിൽ. വഞ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ന് മറ്റൊന്നറിയിച്ചിടും താരന്റെ വരവിൽ. നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴകാമുടി ശിരസ്സാടിൽ ധരിച്ച് എഴുകുന്നില്ല വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. നക്ഷത്രം വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു. അവിടെ ഒരു പുസ്തകം തുറക്കുവാൻ കഴിയാതെ വണ്ണം, ജീവൻ്റെ പുസ്തകം തുറക്കുവാൻ, അത് തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണാതെ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ആർക്കും ആ പുസ്തകം തുറപ്പാൻ കഴിയുകയില്ല. ആ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെ ഞാൻ ഒരു മൂപ്പന്മാരിൽ ഒരുത്തനോട് എന്നോട് പറഞ്ഞു, കരയേണ്ട, യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം തുറപ്പാനും ആമേൻ അതിൻ്റെ മുദ്രകൾ പൊട്ടിപ്പാനും ഇന്ന് ഉണ്ട്. സ്തോത്രം, അതിന് ജയം പ്രാപിച്ചിരിക്കുന്നുവെന്ന് അവിടെ പറയുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടി ജയം പ്രാപിച്ച ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി ഉള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആ കർത്താവ് യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, യേശു അത്ഭുതം ചെയ്തു എന്നുള്ളതല്ല, യേശു ഏതെങ്കിലും രോഗിയെ സൗഖ്യമാക്കി എന്നുള്ളതല്ല, എന്നാൽ അവരെ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായി തീർന്നു. അതേ, നമ്മളെ സാത്താൻ്റെ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും അവൻ്റെ ബന്ധനത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജീവനിലേക്ക് നടത്തിയത് ഒരു ലോകത്തിൽ ഒരു ശക്തിക്കും ആർക്കും കഴിയാത്തൊരു കാര്യം കർത്താവ് യേശു ക്രിസ്തു ചെയ്തു. മറ്റാർക്കും അത് ചെയ്യുവാൻ കഴിയത്തില്ല. ഇനി കാമേന് സ്തുതിക്കുകയും ചെയ്യുവാൻ സാധിക്കുകയുമില്ല. അത് സ്തോത്രം, അത് മാത്രമാണ്, അത് മാത്രം മതി കർത്താവിനെ ആരാധിക്കുവാൻ. സ്തോത്രം, ഇന്ന് യേശുവിനെ ആരാധിക്കുവാൻ. ആമേൻ, സ്തോത്രം. യേശു അത്ഭുതം ചെയ്തതുകൊണ്ടല്ല, അങ്ങനെയാണെങ്കിൽ അനേക നമുക്ക് ആരാധിക്കണം. യേശു ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നത് ആ സ്വന്തം ചുടുചോര കർത്താവ് നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. വിലയ്ക്ക് കർത്താവ് നമുക്ക് വേണ്ടി വാങ്ങിയത് ആ രക്തത്താലാണ്. ജീവൻ്റെ പുസ്തകത്തിൽ നമുക്ക് പേരെഴുതുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഇടയാക്കിയനായിട്ട് ഹല്ലേലൂയ. അവർ ആ പുസ്തകത്തിൽ ആമേൻ ഇന്ന് തുറക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആമേൻ ആ പുസ്തകം തുറപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നിത്യരക്ഷ കടന്നു വരികയില്ല. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം, ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാൻ, ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. കർത്താവിന് വാങ്ങിക്കുവാൻ സാധിക്കും. കാരണം യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു നമുക്ക് വേണ്ടി സ്തോത്രം സ്വന്തം ചുടുചോര കൊടുത്തു. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും ആമേൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപർഗം തന്നെ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. സ്തോത്രം, ഇന്ന് അവൻ്റെ മുമ്പിൽ വീണ് കിടന്ന് ആരാധിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു
ദൂതഗണത്തെ നമ്മൾ കാണുക. ദൂതന്മാർക്ക് പോലും ആമേൻ ആരാധിക്കുവാൻ കഴിയുന്ന ഒരുവനാണ് യേശു മാത്രമേ ഉള്ളൂ. മനുഷ്യൻ മാത്രമല്ല, ദൂതന്മാരും അവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ യേശു ആരാധന യോഗ്യനാണ്. ആ ദൈവം ഭൂമിയിൽ പാടുന്നൊരു പാട്ടുണ്ട്. സ്തോത്രം. പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അവരെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. അവർ ഭാഷകളുള്ള എല്ലാവർക്കും, ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ ആർത്തുകൊണ്ടിരുന്നു. ഇന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ കാരണം കഥ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് രക്തത്താലാണ്. നമുക്ക് രക്ഷ തന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളല്ല, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് തിരിച്ചറിയുമ്പോൾ, ഒരിക്കൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മാത്രമേ ആ ഭാഗ്യമെന്നാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആത്മാവിൽ കാണുന്നവർ ആ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ആ തിരുമുഖത്തേക്ക് നോക്കാം. സകല ദൂതന്മാരും 4 ശില്പികളും അവൻ്റെ മുമ്പിൽ വീണുകയാണ്. ദൈവത്തിൻ്റെ ആരാധന എങ്ങനെയാണ്? അവർ ദൈവത്തിന് എന്നേക്കും ആമേൻ സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. നമുക്ക് ദൈവകരം വെളിപ്പെടുന്നു വിശ്വസിക്കുന്നവർ ആമേൻ ദൈവകരങ്ങളിലേക്ക് നേൽപ്പിച്ച്, ഹൃദയത്തിൽ നിന്ന് ദൈവകരങ്ങളിലേക്ക് നേൽപ്പിച്ച് ആ തിരുമുഖത്തേക്ക് ഒന്ന് നോക്കാം. സിംഹാസനം സിംഹാസനം ഞാനങ്ങ് സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എന്റെ സ്തുതിയാണ്. സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാൻ എന്നെ സ്തുതിച്ചിടുന്നു. കിരീടങ്ങൾ താഴെയിട്ടു, അവിടെ കിരീടങ്ങളെ താഴെയിട്ടു. സിംഹാസനം വിട്ട് അങ്ങയെ സ്തുതിക്കുമ്പോൾ മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ടു. സിംഹാസനം വിട്ട് അങ്ങയെ സ്തുതിക്കുമ്പോൾ ജീവനപ്രതാപങ്ങൾ എല്ലാം ചെയ്യണം. കർത്താവ് തന്നാലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നറിയുമ്പോൾ ജീവനപ്രതാപങ്ങൾ അങ്ങയെ സ്തുതിച്ചിടട്ടെ. എല്ലാം വിട്ട് എന്തെങ്കിലും മാന്യതയോ ശ്രേഷ്ഠതയോ ഉണ്ടെങ്കിൽ ആ കിരീടങ്ങളെല്ലാം താഴെ വെച്ചിട്ട് Get it.
ആരാധന യേശുവേ. അങ്ങ് മാത്രം സ്തുതിക്കാൻ യോഗ്യൻ. കാരണമുണ്ട്. സിംഹാസനം എൻ സ്തുതിയാകയാൽ. എന്റെ സിംഹാസനം നമ്മുടെ വായിലെ സ്തുതിയാണ്. ഇസ്രായേലിന്റെ സ്തുതികൾ വസിക്കുന്നവൻ. സിംഹാസനം എൻ സ്തുതിയാകയാൽ ഞാൻ അങ്ങയെ സ്തുതിച്ചിടുന്നു. സിംഹാസനം എൻ സ്തുതിയാകയാൽ ഞാൻ അങ്ങയെ സ്തുതിച്ചിടുന്നു. സിംഹാസനം എൻ സ്തുതിയാകയാൽ ഞാൻ അങ്ങയെ സ്തുതിച്ചിടുന്നു. ആരാധനാ പാത്രം ദൂതന്മാർ ആരാധനാ പാത്രം. വന്ധ്യനായവൻ, മനുഷ്യന്റെ ആരാധനയും യോഗ്യനായവൻ. ദൂതന്മാരുടെ ആരാധന യേശു ആർപ്പിനാൽ വന്ധ്യനായോൻ യേശു ഒലിവിലയേന്തിയ ഒലിവിലയേന്തി നിൻ ജനത്താൽ ജനത്താൽ പ്രശംസ പ്രശംസയെ യേശു. Come on. ഒലിവിലയേന്തിയ ഒലിവിലയേന്തിയ നിൻ ജനത്താൽ പ്രശംസയേറ്റവനേ. ആകെനീന്തിയ നിൻ ജനത്താൽ പ്രശംസയേറ്റവനേ. സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവനോടുയർന്നവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവൻ എന്നേക്കും ജീവിക്കുന്നവരുണ്ടെങ്കിൽ വലിയ ഭാഷ നമുക്ക് ജീവൻ നൽകുവാൻ അവൻ ജീവനെ കൊടുത്തതാ. അവനിൽ നിന്നും ജീവൻ ആർക്കും എടുക്കാൻ കഴിയത്തില്ല. നമുക്ക് ജീവൻ നൽകുവാൻ ജീവന്റെ നായകനായവൻ ജീവനെ കൊടുത്തു.
സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മരണത്തെ ജയിച്ചവനേ, വാഴ്ത്തി സ്തുതി. Just worship him. മറ്റെല്ലാം വിട്ടിട്ട് ആ ദൈവമുഖത്തേക്ക് നോക്കാം. എനിക്ക് വേണ്ടി ജീവനെ കൊടുത്തവനെ ആണ് ആരാധിക്കുന്നത്. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്തവൻ. Oh, we worship you, Lord. Oh, we worship you, Jesus. Hallelujah, Hosanna. Hallelujah, Hosanna. Oh, hallelujah, Hosanna. Hallelujah, Hosanna. Oh, hallelujah. ആ സമൃദ്ധമായ ജീവൻ കഥാ നമ്മളിലേക്ക് ഒഴുകുവാൻ ഇന്ന് ഏതെങ്കിലും ഭാരമുണ്ടെങ്കിൽ ആ ഭാരത്തെ കർത്താവ് എടുത്ത് മാറ്റുന്നതിനായിട്ട് അവരിലൂടെ ഒഴുകിയ ശക്തി, അവരൊഴുകിയ ജീവൻ, അത് നമുക്ക് വെളിച്ചമാണ്. സ്തോത്രം. അത് നമുക്ക് വചനമാണ്, അത് നമുക്ക് ശക്തിയാണ്. കർത്താവ് ഒഴുകുന്ന ആ ജീവൻ സമൃദ്ധമായ ജീവനാണ്. ഇന്ന് കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയാണ് നമ്മളെങ്കിൽ ഒരു കാര്യം വിശ്വാസമേ, കർത്താവേ ആ ജീവനിലൂടെ ഇന്ന് ഒഴുകിയാൽ ഇന്ന് നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ അറിയിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഒരു ഞായറാഴ്ച കൂടി ആ തിരുപാദപീഠത്തിലായിരിക്കാൻ, ആ തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാശക്തി നമുക്കധികമായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മുന്നോട്ടുള്ള പല വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിലും ചില തുറക്കാത്ത വഴികളുണ്ടെങ്കിലും അതിനുമെല്ലാം ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തുടർന്ന് നമുക്ക് അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് യേശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വേദവാക്യമാണ്. നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. സ്തോത്രം. ഐസയ ചാപ്റ്റർ 40, 28, 29. അവിടെ നമ്മളിപ്പോൾ വായിച്ച ഒരു വേദഭാഗത്തിൻ്റെ ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പറയുന്നത്, നിനക്ക് കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. നമുക്ക് വളരെ
സുപരിചിതമായൊരു വേദഭാഗമാണ്. ഒരു പക്ഷേ പല സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മറ്റൊരു ആവർത്തനം ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പറയുകയാണ്, നിനക്കറിഞ്ഞുകൂടായോ? അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ സംസാരിക്കുന്ന എന്നോടും കൂടെയാണ് ചോദിക്കുന്നത്. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലായോ? ദൈവം നിത്യദൈവമാണ്. ദൈവം, സ്തോത്രം, ആരാണ്? നിത്യദൈവമാണ്. സ്തോത്രം. ഭൂമിയുടെ അതിഥികളെ സൃഷ്ടിച്ചവനാണ്. ദൈവം തന്നെ പറയുകയാണ്, ഞാൻ നിത്യദൈവമാണ്, ഞാൻ ഭൂമിയുടെ അതിഥികളെ സൃഷ്ടിച്ച ദൈവമാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണെന്ന് എത്ര പേർ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ശക്തിക്ക് ലിമിറ്റില്ല. ദൈവശക്തി കുറഞ്ഞു പോയിട്ടില്ല, ഇനി കുറയത്തുമില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വചനത്തിൻ്റെ അനവധി ഇടങ്ങളിൽ ദൈവം ആരാണെന്ന് പറയുമ്പോൾ പല ഇടങ്ങളിൽ പല തലങ്ങളിൽ ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനാകുന്നു എന്ന് മോശയോട് ദൈവം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇസ്രായേൽ മക്കളോടും നമ്മളോടും പറയുകയാണ്, ഞാൻ നിത്യ ദൈവമാണ്, ഭൂമിയുടെ അതിഥികളെ സൃഷ്ടിച്ചവനാണ്. ഇന്ന് ഞാൻ സർവശക്തനാണ്. നമ്മളിന്ന് ക്ഷീണിച്ചു പോയേക്കാം. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനസികമായി നമ്മൾ ക്ഷീണിക്കും, ശാരീരികമായിട്ട് പലപ്പോഴും തളർച്ചകൾ വന്നേക്കാം. പക്ഷേ ദൈവം പറയുകയാണ്, ആമേൻ, സ്തോത്രം, ലോകത്തിൽ എല്ലാവരും ക്ഷീണിച്ചാലും ക്ഷീണിക്കാത്ത ഒരുവനുണ്ട്, അത് ദൈവമാണ്. സ്തോത്രം. ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ഉറപ്പുണ്ട്, എൻ്റെ ദൈവം ക്ഷീണിക്കാത്തവൻ. എനിക്കിതിനകത്തിരിക്കുന്ന പലരെയും ബലപ്പെടുത്താൻ കഴിയത്തില്ല, കാരണം ഞാനും പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നവനാണ്. സ്തോത്രം. അതെ. പക്ഷെ നമുക്കുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം ക്ഷീണിക്കുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ ക്ഷീണിക്കുന്നില്ലെന്ന് മാത്രമല്ല, ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കഥാ നമുക്ക് മഹത്വം കൊടുക്കാം. നമ്മളാരും ക്ഷീണിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ബലപ്പെടുവാനാണ്. ബലപ്പെടുവാൻ മാത്രമല്ല, ബലത്തിൻ്റെ മേൽ ബലം പകരപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറയുകയാണ്, ഞാൻ ക്ഷീണിക്കുന്നില്ല, ഞാൻ തളർന്ന് പോകുന്നവർ ഇന്ന് വരെ തളർച്ച വന്നിട്ടില്ല, ഇന്ന് വരെ മയങ്ങാതെ ഉറങ്ങാതെ ആമേൻ ഇന്നിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ലോകത്തെ ഉലകഘടകത്തെ സൃഷ്ടിച്ച ദൈവം മാത്രമേ ഉള്ളൂ. ആ കണ്ണിന്ന് വരെ അടഞ്ഞിട്ടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തൂങ്ങിയിട്ട് പോലുമില്ല. അത് സ്തോത്രം. കഥാവ് എന്നേക്കും ജാഗരൂപനായിരിക്കുന്നു. അവൻ്റെ ശക്തിക്ക് മാറ്റമില്ല. അവൻ്റെ ബുദ്ധി അത്രേ. ഇന്ന് നമുക്ക് ചില ആലോചനകളെ പകർന്നു വന്ന് നമ്മുടെ ബുദ്ധിയെ ബലപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഇന്ന് ചില വിഷയങ്ങളുടെ മേൽ ഞരങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറയാൻ എൻ്റെ ബുദ്ധിയെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവമുണ്ട്. എനിക്ക് ആവശ്യമായിരിക്കുന്ന ക്ലാരിറ്റിയെ നൽകാൻ കഴിയുന്ന ദൈവമുണ്ട്. എനിക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനയെ തരാൻ കഴിയുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. സ്വന്തം ചില ചിന്തകൾ ചിന്തിച്ച് മടുത്തു പോകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ഇന്ന് ആവശ്യമായിരിക്കുന്ന ആലോചനയെ നമുക്ക് പകരുന്ന ഒരു ദൈവം ഇന്നുണ്ടെന്ന് തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുകയാണ്, ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുമ്പോൾ പിശാച് കടന്നു വരുന്നത് നമ്മൾ ക്ഷീണിക്കാനാണ് പിശാച് നോക്കുന്നത്. നമ്മുടെ ബലഹീനമായിരിക്കുന്ന അവസ്ഥകളാണ് പൈശാചിക മണ്ഡലം കടന്നു വരുന്നത്. പക്ഷേ നമ്മൾ ബലഹീനരായി തീരുമ്പോൾ നമ്മളെ ബലപ്പെടുത്താൻ കടന്നു വരുന്ന ഒരുവൻ ഇന്ന് പകലിനകത്ത് കടന്നു വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ മധ്യമുള്ളതിനായിട്ട് എത്ര പേർ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്വതം ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. നമ്മുടെ ക്ഷീണാവസ്ഥയെ, നമ്മുടെ ബലഹീനതയെ നോക്കി മനുഷ്യൻ ചിരിക്കുമ്പോൾ അതിനെ ബലപ്പെടുത്തി എന്നെ ആമേ സ്തോത്രം ഈ ദിവസം തല ഉയർത്തുന്ന ഒരു ദൈവമുള്ളതിനായിട്ട് എത്ര പേർ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബലമില്ലാത്തവനെ ബലം കുറയ്ക്കുന്ന ദൈവമല്ല, ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ബലം വർദ്ധിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ തളർന്നു പോകത്തില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ബലം ഈ ദിവസങ്ങളിൽ കുറയത്തില്ല, ഞാൻ വർദ്ധിച്ചു വരും. ഞാൻ കൂടുതൽ ശക്തിപ്പെടാൻ പോവുക. പിശാചേ, ഞങ്ങൾ ശക്തിപ്പെടാൻ പോവുക, ഞാൻ ശക്തിപ്പെടാൻ പോവുകയാണെന്ന് ഹല്ലേലൂയ ഇന്ന് വിശ്വാസത്തോടെ പറ. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകാൻ പോവുകയാണ്, ഞാൻ തളർന്നു പോകത്തില്ല. ഈ ദിവസം ഞാൻ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. സ്തോത്രം. ബാല്യക്കാരൊക്കെ തളർന്നു പോകും, യൗവനക്കാരൊക്കെ ഇടറി വീഴും, ജിമ്മിൽ പോകുന്നവരും ബൂസ്റ്റ് കുടിക്കുന്നവരും ഒക്കെ തളർന്നു വീഴും. സ്വതം. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ തളരത്തില്ല,
കാരണം നമ്മൾ പുരുഷന്റെ ഊരുക്കളിൽ ദൈവം പ്രസാദിക്കുന്നില്ലെന്ന് ദൈവം നമ്മുടെ മസിൽ കണ്ട് പ്രസാദിക്കുന്നവനല്ല ദൈവം നമ്മുടെ ഹൃദയം നോക്കി പ്രസാദിക്കുന്നവനാണ്. ആത്മാവിൽ നമ്മളെ ബലപ്പെടുത്തിയാൽ നമ്മുടെ ശരീരവും ബലപ്പെടും, സകല മണ്ഡലവും ബലപ്പെടുവാന്നൊക്കെ ദൈവടയാകും. ആമേൻ. ബാല്യക്കാർ പോലും തളർന്നു പലരും ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. വളരെ ശക്തിമാന്മാരായി ആമേൻ നെഞ്ചു വിരിച്ചൊക്കെ നടക്കുന്ന അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും മുഖത്തോട് നോക്കാൻ ഭയമാ. പക്ഷെ പലരും ഇന്ന് തളർന്ന് അവൻ പലരും കിടക്കുന്നവരുണ്ട്. നമുക്കറിയാവുന്ന അനേകരുണ്ട്. പക്ഷെ ദൈവം ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആ ദൈവത്തിൻ്റെ ബുദ്ധി അപ്രയമേമത്രേ. അവിടെ ദൈവം നമ്മുടെ അത് ആ വചനത്തിലൂടെ ദൈവം മറ്റൊരു കാര്യം പറയുന്നത്, നമ്മളെ ഈ ദിവസങ്ങളിലും ബലപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കൂടുതൽ കർത്താവിൽ ബലപ്പെടുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, ശരീരത്തിൽ ബലപ്പെടുവാൻ, മനസ്സിൽ ബലപ്പെടുവാൻ. ഹല്ലേലൂയ. ദൈവം കണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ബലപ്പെട്ടെങ്കിലേ ബാക്കിയുള്ളവരെ ബലപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞാൻ എൻ്റെ ബലം കുറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. നമ്മുടെ അടുത്തിരിക്കുന്നവരെ നമ്മൾ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇന്ന് ദേശത്ത് ശക്തന്മാരായ ആമേൻ ജനത്തെ നടത്തുവാൻ ശക്തന്മാർ വന്നില്ലെങ്കിൽ ആമേൻ ദേശം തകർന്നു പോകും. അല്ലേ? സ്തോത്രം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരോട് ദൈവിക നമ്മുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മളെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ശക്തന്മാർ എഴുന്നേൽക്കുമ്പോഴാണ് ജനം എഴുന്നേൽക്കുന്നത്. ഒരു ദൈവദാസൻ ഞങ്ങളുടെ മുമ്പുണ്ടായ ദൈവദാസൻ പറയാറുണ്ടായിരുന്നു, ആമേൻ, മുമ്പിൽ നിൽക്കുന്ന ദൈവദാസനോ പാസ്റ്ററോ ഇരുന്നാൽ ജനം കിടക്കും, അവരെഴുന്നേറ്റാൽ ജനം എഴുന്നേറ്റിരിക്കും. അദ്ദേഹം എഴുന്നേറ്റ് ഓടിയാൽ ജനം നടക്കും, അദ്ദേഹം പറന്നാൽ ജനം ഓടും. സ്തോത്രം. അപ്പോൾ നമ്മളെ ദൈവം ചിലരെ ഓടിക്കാൻ അദ്ദേഹം നമ്മളെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഓടുവാൻ മാത്രമല്ല, അനേകരെ ഈ ദിവസങ്ങൾ നടത്തുവാനും അനേകരെ ബലപ്പെടുത്തുവാനാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയാം. പൈശാചിക മണ്ഡലമേ, എൻ്റെ ആമേ സ്തോത്രം ജീവിതത്തിൽ കടന്നു വന്ന് എൻ്റെ ആത്മീയ ജീവിതത്തെ കെടുത്തി ആമേ എന്നെ ശാരീരികമായി തളർത്തി മുന്നോട്ട് വിടാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ ഇന്ന് പോരാടുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതെൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണം ഇവിടെയാകും. ഹല്ലേലൂയ. നമ്മളറിയാത്ത തലങ്ങളിൽ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ക്ഷീണിപ്പിച്ച് നമ്മളെ തളർത്തി രോഗക്കിടക്കയിൽ വരെ ആക്കിക്കൊണ്ട് സ്തോത്രം സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകാതെ കോണം ശത്രു വാദിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവജനത്തെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. കോട്ടകളെ ഇടിപ്പാൻ തക്കമുള്ള ശക്തിയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതിൻ്റെ തുടർമാനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയണമെന്ന് വിചാരിച്ചുവെങ്കിലും അവയെ സ്തോത്രം ദൈവസന്നിധി അത് ഇരിക്കാൻ സാധിച്ചില്ലാത്തതുകൊണ്ട് സ്തോത്രം പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്ന ഈ തിരുവചനം ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസഭയിൽ ദൈവമക്കൾ ബലമില്ലാത്തവരല്ല ശക്തിയുള്ളവരായി തീരുവാൻ. ദൈവം സർവശക്തനായിരിക്കാൻ നമ്മളും ശക്തിയുള്ളവരായി തീരുവാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പിതാവ് സർവശക്തനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നേച്ചർ വരത്തില്ലേ? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഓ ഹാലത്ത് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? കഥാവി ഞാൻ ബലപ്പെടാൻ പോകും, ഞാൻ എന്നെ അടുത്തിരിക്കുന്ന ആ കൈ കൊടുത്തുവിടാ, ഞാൻ ബലപ്പെടാൻ പോകും, ഞാൻ ഈ ദിവസങ്ങൾ അധികമായി ബലപ്പെടുന്ന ആളുകളാക്കി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. ഹാലേ ഞാൻ ബലപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഹാലേലൂയ. ഈ ദിവസം ഞാൻ സാക്ഷിയായി പോകാൻ പോകുന്ന ദൈവം എന്നെ തീർക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസം ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നതിനായി സ്തോത്രം. പലരെയും തളർത്തുന്നതിൽ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ വിട്ടുമാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ഫൈനൽ കമാൻഡ്മെന്റ് രാജകീയ കമാൻഡ്മെന്റ് കർത്താവ് കൊടുക്കുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, അവസാനം കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ശക്തി കൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മേൽ ശക്തി പകരാൻ പോവുകയാണ്.
ആമേൻ. കാരണം പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ ജനം മുന്നോട്ട് പോകത്തില്ലെന്നും തളർന്നു പോകുമെന്നും ദൈവപ്രവൃത്തി അവരുടെ മേൽ ജീവിതത്തിൽ വെളിപ്പെടത്തില്ലെന്നും യേശുവിന് മനസ്സിലായപ്പോൾ കർത്താവ് പറഞ്ഞില്ല ഇവർക്ക് മറ്റെന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞില്ല. ആമേൻ. കർത്താവ് ഹൈസ്കൂളിൽ പോകാനും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ഇവർക്ക് ശക്തി ഇവിടുന്നല്ല, ഉയരത്തിൽ നിന്നുള്ളൊരു ശക്തി ദൈവജനത്തിന് മേൽ പകരപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവിക പ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുക. നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ശക്തി പ്രാപിച്ചാൽ സ്തോത്രം നമ്മൾ സ്വർഗത്തിൽ ചെല്ലും. നമ്മൾ ഇവിടുന്ന് ഉയർക്കപ്പെടണമെങ്കിൽ നമുക്ക് ശക്തി ഇല്ലെങ്കിൽ പറ്റത്തില്ല. നമ്മളെ ഉയർത്തുന്ന ദൈവശക്തിയാ, നമ്മളെ നടത്തുന്ന ദൈവശക്തിയാ, നമ്മളെ മുന്നോട്ട് വഴി നടത്തുന്ന ദൈവശക്തിയാ, പൈശാചിക മണ്ഡലങ്ങളെ ക്ഷേമെടുക്കുവാൻ കഴിയുന്ന ദൈവശക്തിയാ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആമേൻ പറഞ്ഞ ദൈവശക്തിയെ പറ്റി നമ്മൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ അവിടെ നമുക്ക് കേട്ട ആമേൻ ആ ശക്തി, യേശു പറഞ്ഞ ശക്തി അസാധാരണമായ ശക്തിയാണ്. സ്വന്തം ചെറിയ ശക്തിയൊന്നും ദൈവം തരത്തില്ല. ആമേൻ. നമുക്ക് ദൈവം തരുമ്പോൾ ഞാൻ വിശ്വസിക്കും ദൈവം ശ്രേഷ്ഠമായതേ തരത്തുള്ളൂ. അത് ആത്മീയമാണെങ്കിലും ഭൗതികമായി എന്താണെങ്കിലും ദൈവമാണ് തരുന്നത്. ദൈവം തരുന്നത് ശ്രേഷ്ഠം തന്നെയായിരിക്കും. അല്ലെങ്കിൽ അതാർക്കും എന്നിൽ നിന്ന് എടുത്തു മാറാൻ കഴിയത്തില്ല. ദൈവം ഒരുവന്റെ മേൽ പ്രവർത്തിച്ചാൽ ആർത്തടുക്കും. അത് തലമുറയോളം നിലനിൽക്കുന്നതാണ്. ശത്രുവിന് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് വിശ്വാസമായ മനുഷ്യൻ തന്നത് പലതും തീരുമ്പോഴും ദൈവം ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിന് മേൽ പ്രവർത്തിച്ചാൽ അതിനെ നിലയ്ക്കാത്തൊരു പ്രവാഹമാക്കി ഈ ദിവസങ്ങളിൽ മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില അന്യായ പോരുകൾ, ദൈവസഭയ്ക്കെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ദൈവ മക്കൾക്കെതിരെ നിൽക്കുന്ന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ചില പാരമ്പര്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകർന്ന് വിട്ടുമാറും. യെസ്, ഹല്ലേലൂയ. അപ്പോൾ ഡിനാമിക്സ് എന്ന് കർത്താവ് പറഞ്ഞത് മറ്റൊരു രീതി ഇപ്പം ഞാൻ ഡൈനാമൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ചിലതിനെ പൊട്ടിച്ച് കളയാൻ കഴിയുന്നൊരു ശക്തി, ഡൈനാമൈറ്റ് അല്ലേ. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡൈനാമോ എന്ന് പറഞ്ഞാൽ ചാർജ് കൊടുക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ചിലതിനെ ഞാൻ പൊട്ടിക്കുന്നവനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില പൈശാചികമൊക്കെ തകർക്കുവാനുള്ള ഒരു ഡൈനാമൈറ്റായിട്ടാണ് കർത്താവ് ദൈവസഭയെ വിളിച്ചിരിക്കുന്നതെന്ന് ഇതിനകത്ത് വിശ്വസിക്കാൻ ആദ്യം തയ്യാറാകുക. ഹല്ലേലൂയ. മനുഷ്യൻ എന്ത് പറഞ്ഞെന്നുള്ളതല്ല, ദൈവത്തിന്റെ വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. The last word is the word of God. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കല്ല അവസാനത്തെ വാക്ക്, ദൈവത്തിന്റെ വചനമാണ് ലാസ്റ്റ് വേർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് പിശാച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് വിശ്വാസം വേണം. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിന് മേൽ നിവർത്തീകരിക്കപ്പെടും. ആമേൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ഡ്യുനാമോ എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കാണ്. നമ്മൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ശക്തി പകരപ്പെട്ട ഒരു വ്യക്തിക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അവൻ ഡൈനാമിക് ആയിരിക്കും. അവനെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പകരപ്പെടുന്ന വ്യക്തിക്ക്, ആ ദൈവശക്തി വ്യാപരിക്കുന്ന വ്യക്തിക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവൻ്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങും, അവൻ്റെ ഹല്ലേലൂയ, അവൻ്റെ മനസ്സ് ചലിക്കാൻ തുടങ്ങും, അവൻ്റെ വാക്കുകൾ ചലിക്കാൻ തുടങ്ങും, അവൻ്റെ ബുദ്ധി ചലിക്കാൻ തുടങ്ങും. ചലിക്കാത്ത പ്രാണികളെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവ നമ്മളെ ഒരു മൂലയിൽ ആയി തീരുമാനമല്ല, ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എഫീസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയുവാൻ ദൈവസഭയായിരിക്കുന്ന എഫീസ്യ സഭയിൽ 3 വർഷത്തോളം അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവിടെ ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തെ കണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ നീണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ പൗലോസ് പറയുകയാണ്, ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വെളിപ്പെടേണ്ട ഒരു മണ്ഡലമുണ്ട്. അതവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും ബുദ്ധിയും ആവേശവും ഈ ദിവസങ്ങൾ ആഗ്രഹവും ഈ ദൈവസഭയിലേക്ക് പകരപ്പെടട്ടെ.
ഹല്ലേലൂയ. നീണ്ട ഒരു പ്രാർത്ഥനയാണ്. അവിടെ വീടോ കാറോ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ സൗഖ്യമോ ഒന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. കാരണം അതൊക്കെ കിട്ടിയാൽ മാറിപ്പോകും. പക്ഷേ ഈ ദൈവശക്തി ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിലേക്ക് ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. ദുഷ്ടന്റെ പദ്ധതികൾ തകരുവാൻ തുടങ്ങും. ഇന്ന് ആമേൻ എനിക്ക് മുന്നോട്ട് പോകുവാൻ മാത്രമല്ല, ഈ ദിവസം എൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക പദ്ധതികളുടെ നിറവേറുകൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്കപ്പുറമായി ഈ ദിവസങ്ങൾ ഒരു ദൈവശക്തി എൻ്റെ മേക്ക് ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, ദൈവമേ എനിക്ക് ആ ശക്തി ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അവർ പറയാം അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഈസ് അവൈലബിൾ, ഇന്ന് അവൈലബിൾ ആണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അത് അവൈലബിൾ ആണ്? സ്തോത്രം. വെറുതെ പറഞ്ഞ് വിശ്വാസം നമുക്ക് പറയാം. സ്തോത്രം. ഇന്ന് ആ ശക്തി എനിക്ക് അവൈലബിളാണ്. എൻ്റെ മേൽ ആ ശക്തി പകരപ്പെടും. ആമേ. നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയോ നമ്മുടെ പ്രായമോ സ്തോത്രം നമ്മൾ സ്തോത്രം എന്ത് രോഗമുണ്ടെന്ന് ഒന്നുമല്ല കർത്താവിന് വിഷയം. കർത്താവിന് വിഷയം ഈ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആമേൻ ദൈവമക്കളെയാണ് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന ജാതിക്കാരനോ മതക്കാരനോ അല്ലെങ്കിൽ ഇന്ന കുടുംബക്കാരനോ ഇന്ന ദേശക്കാരനോ ഇന്ന ആമേൻ ബൈബിൾ സ്കൂളിൽ പോയെന്നോ അല്ലെങ്കിൽ ഇന്ന പാസ്റ്ററിൻ്റെ മകനാണെന്നോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഏൽപ്പിച്ചു കൊടുത്താലും ആരാഗ്രഹിക്കുന്നവരാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് ഒരു ആവേശത്തോടെ ഒരു ആഗ്രഹത്തോടെ ഒരു വെളിപ്പാടോടെ വരുന്നവൻ്റെ മേൽ ഒരു ദൈവശക്തിയെ പകർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ നടക്കാത്ത ചിലത് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എങ്ങോട്ടും ഓടണ്ട. ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവശക്തി കടന്നു വന്നാൽ അല്ലെങ്കിൽ ചില ദൈവപ്രവർത്തികൾ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരും. ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയേണ്ടതിന്, ഇന്നതെന്നറിയണം. ഇന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഒരു ദൈവശക്തി ഇന്നതാണെന്ന് ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കണം. എവിടെയാണ് എനിക്ക് ശക്തി ആവശ്യമെന്ന് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് തിരിച്ചറിവ് വന്നാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആമേൻ അതിൻ്റെ പേരൊരു ദൈവശക്തിയെ ദൈവം പകർന്നിരിക്കും. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ എനിക്കൊരു ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് പറയാൻ, കർത്താവേ എനിക്ക് ആ മണ്ഡലത്തിൻ്റെ മേലൊരു ശക്തി വേണം. ആമേൻ. ദൈവം അതിൻ്റെ ശക്തിയെ പകരാൻ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവ ശക്തിയെ പകരാൻ പോവുക. ഹല്ലേലൂയ. പാപത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ എനിക്കൊരു ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന പറയാം. ചില പാപചിന്തകൾ എന്നെ കീഴടക്കുമ്പോൾ, ചില പാപത്തിൻ്റെ സ്വാധീന വലയങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പിടിമുറക്കുമ്പോൾ എനിക്കൊരു ശക്തി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാടില്ലാതിരിക്കുന്നവരെ പറയണം, കർത്താവേ വചനത്തിൻ്റെ വെളിപ്പാട് എൻ്റെ ഉള്ളിൽ കത്തിയിട്ടില്ല, എനിക്ക് വചനത്തിൻ്റെ വെളിപ്പാട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവ ശക്തിയെ പറഞ്ഞ ആ ദൈവിക വെളിപ്പാടിനാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പൗലോസിന് വെളിപ്പാടില്ലാത്ത, പൗലോസിന് ബുദ്ധി ഉണ്ടായിരുന്നു, പൗലോസിന് ആമേൻ സ്വന്തം സകല ജ്ഞാനം ഉണ്ടായിരുന്നു, പക്ഷെ വെളിപ്പാടില്ലായിരുന്നു. പൗലോസ് പറയാ, ഈ ശക്തി അനന്യാസിന്റെ തലമേൽ കരം വെച്ചപ്പോൾ ഒരു ശക്തി എൻ്റെ ശരീരത്തിന് മേൽ ഇറങ്ങി. പരിശുദ്ധാത്മാവിന്റെ നിറവ് ശൗലേ നീ പ്രാപിക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുക. കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവശക്തി കടന്നു ചെന്നാൽ അവിടെ വിടുതലാണ്. മനസ്സിന്റെ തലങ്ങളിലേക്ക് ദൈവശക്തിയുടെ ആഴങ്ങൾ വെളിപ്പെട്ടാൽ മനസ്സ് പിടിപ്പിക്കപ്പെടും. വിശ്വസിക്കുന്നത് മനസ്സ് പിടിപ്പിക്കപ്പെടാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇതിനകത്ത് എൻ്റെ മനസ്സൊന്ന് സ്വതന്ത്രമാണെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരു സമാധാനം എനിക്ക് വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കണം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ശക്തിയെ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ മനസ്സിനെ കെട്ടുന്ന ചില പൈശാചികമായ ചില ചിന്തകളെ ഈ ദിവസങ്ങളിൽ ജയമെടുക്കുവാനുള്ള ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇറ്റ് ഈസ് അവൈലബിൾ. ആമേൻ. സ്തോത്രം. ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ആമേൻ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ മണ്ഡലങ്ങളിൽ തന്നെ ദൈവം തന്നെ ശക്തിയെ പകരുവാനിടയാകും. അവനെ പൗലോസ് പറയുകയാണ്, ശക്തിയുടെ അളവറ്റ
ഒറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം, പ്രാർത്ഥിക്കുക. ആമേൻ. ഒരുപാട് വചനം 3 വർഷത്തോളം അദ്ദേഹം പറഞ്ഞപ്പോൾ ആമേൻ ദൈവസഭയ്ക്കകത്ത് ആമേൻ ചിലർക്കും പലർക്കും ഇതങ്ങോട്ട് ഏറ്റെടുക്കാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികൾ ജീവിതത്തിന് മേൽ വെളിപ്പെടാതിരുന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ് അവരുടെ വിളി ആമേൻ ആശയം എന്താണെന്ന് തിരിച്ചറിയാൻ, വിശുദ്ധന്മാരുടെ ആമേൻ മഹിമാധനം എന്താണെന്ന് തിരിച്ചറിയുവാൻ, അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇതാ എന്താണെന്ന് ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ഇവരുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവേ തുറക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ തീരുമാനത്തിൽ പറയുന്നു, ശൗലിന്റെ ജീവിതത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ നോക്കിയാൽ അനന്യാസ് കരം വെച്ച് ഉച്ചമുതൽ ഉള്ളംകാരി വരെ ദൈവശക്തി ഇറങ്ങി. ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഓ ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവേ അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നേരം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും പല വിഷയങ്ങൾക്കും വിടുതലായി കഴിഞ്ഞു. ആമേൻ. അല്ലെങ്കിൽ ആരും തലേ കൈ വെക്കേണ്ട, ആരും നമ്മുടെ അടുത്ത് വരേണ്ട, പാസ്റ്ററും വേണ്ട, ആരും വേണ്ട. ആമേൻ. സ്തോത്രം. ഇന്ന് ആവശ്യം ആമേൻ നമുക്ക് ശക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് ശൗല് ആമേൻ അനന്യാസ് കരം വെച്ച് പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചതിന് ശേഷം ആമേൻ തിരുവചനം പറയുന്ന ശൗലിന് ശക്തി കുറഞ്ഞില്ല, ശക്തി വർദ്ധിച്ചു, മേൽക്കുമേൽ ശക്തി വർദ്ധിച്ചു, ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ആമേൻ. നമുക്ക് 2026 ശക്തി പോരാ, 2027 കിടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഈ പറയുന്ന എൻ്റെ ശക്തി കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്, ഏൽപ്പിച്ച പറ എൻ്റെ ശക്തി കുറയത്തില്ല, എൻ്റെ ശക്തി ഞാൻ മുന്നോട്ട് പോകുന്നവരും വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ചിലതിനെ കീഴടക്കാൻ, ചില കോട്ടകളെ ഇടിച്ചു കളയുവാൻ, ഹല്ലേലൂയ, ചിലതിനെ പിടിച്ചടക്കാൻ കഴിയുന്നത് മാത്രം, ഇതിനെ ഏറ്റെടുക്കാൻ കഴിയുന്നത് മാത്രം ദൈവത്തിന് സ്തോത്രം. യേശു ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ഡുനാമസ് പവറാണ്, അസാധാരണമായൊരു ശക്തി. സാധാരണമായ ശക്തി പലർക്കും കിട്ടും, പക്ഷേ അസാധാരണമായ ഒരു ശക്തി ശരീരത്തിനകത്ത് വ്യാപരിച്ചാൽ, ബുദ്ധിക്കകത്ത് വ്യാപരിച്ചാൽ ചെയ്യാൻ കഴിയാത്തത് ആമേൻ എന്നെ തടുക്കുന്ന ചില ശക്തികളെ ആമേൻ ഈ ദിവസങ്ങളിൽ തകർക്കുവാൻ തക്കവണ്ണം. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് നമുക്കല്ല പരിശുദ്ധാത്മാവിനറിയാം. കാറിനകത്തിരിക്കുന്ന എഞ്ചിൻ, ലോറിയുടെ എഞ്ചിൻ എടുത്ത് കാറിനകത്ത് വെച്ചാൽ കാർ അധികം മുന്നോട്ട് പോകത്തില്ല, സൂത്രം. എന്നാൽ ലോറിക്കകത്ത് കാറിൻ്റെ എഞ്ചിൻ എടുത്ത് വെച്ചാൽ ലോറിയും മുമ്പോട്ട് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഏത് മണ്ഡലത്തിൽ ഏത് തലത്തിലുള്ള ശക്തി ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് അവർക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയെ പകരാൻ കഴിയുന്ന ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഏത് മണ്ഡലത്തിൽ എന്ത് തലങ്ങളിൽ ശക്തി വേണം, ഏത് തലങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. ചില മണ്ഡലത്തിൽ ശക്തി വേണ്ടെന്ന്, പക്ഷെ ചില മണ്ഡലത്തിൽ എനിക്ക് ശക്തി വേണമെന്ന് ഞാൻ വിശ്വസിക്കും, എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലും കർത്താവേ ആ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ടാൽ ചില വിഷയങ്ങൾക്ക് ഓൾറെഡി വിടുതലാകും. ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിനുമേൽ വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. എന്നിലൂടെ തന്നെ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആ മണ്ഡലങ്ങളെ തകർത്ത് ഈ ദിവസം എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ, എൻ്റെ ആന്തരിക അവയവങ്ങളെ ബലപ്പെടുത്താൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറയണം, ഏത് തലത്തിലും എൻ്റെ മനസ്സിനകത്തും ദൈവശക്തി ഇറങ്ങി എന്നെ ഈ ദിവസങ്ങൾ വിളിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ചിലരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ചിലരോട് പറയാൻ നോക്കിയിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല, ധൈര്യം കിട്ടുന്നില്ല. പക്ഷേ ആമേൻ കർത്താവേ ഈ ശക്തി അങ്ങോട്ട് വന്നാൽ പിന്നെ സ്തെഫാനോസ് സംസാരിച്ചപ്പം ആമേൻ ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, പല്ലിറുമുന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, കാരണം അത്ര ശക്തിയായിരുന്നു. ഞാൻ പല്ല് കടിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നു. സ്വതം അങ്ങനെയല്ല ദൈവത്തെ വചനത്തിൽ എഴുതിയിരുന്നു. സ്വതം ഇവരിങ്ങനെ പല്ല് കടിക്കുക, ഇവന് സംസാരിക്കുക, ഇങ്ങോട്ടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ഇവൻ വ്യാപരിക്കുന്ന ശക്തിക്ക് മുമ്പിൽ അവിടെ ഇരിക്കുന്ന ഒരു പരീക്ഷൻ്റെ ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, അവിടെ ഇരിക്കുന്ന ഒരു യഹൂദനും ആമേൻ ഒരു പ്രമാണിക്കും ആ സ്തെഫാനോസിന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പറയണം, ദൈവം താമ്രബുദ്ധിയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന പറയണം, എന്നെ ദൈവം ഒരു താമ്രബുദ്ധിയാക്കി മാറ്റാൻ, താമ്രത്തെ തകർക്കുവാൻ ഓരോ ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റെടുക്കാൻ തയ്യാറായ മതി. ആമേൻ. ദൈവം പ്രവർത്തിക്കാൻ പോവാം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ദൈവസഭയ്ക്കുള്ളൊരു ഭയങ്കര പൊട്ടൻഷ്യൽ കിടപ്പുണ്ട്, ഇതിനകത്ത് ചില കാര്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ അതങ്ങോട്ട് വെളിപ്പെട്ടാൽ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവാം.
വിശ്വസിക്കുന്ന എത്രയോ മക്കളുണ്ട്? എത്ര വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് ചെറിയ കാര്യമല്ല, ദൈവം ചെയ്യാൻ പോകുന്നത് വൻ കാര്യം. ദൈവത്തിന് ചെറിയ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം ചെയ്യുന്നതെല്ലാം അത്ഭുതം മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ദൈവം ചെയ്യുന്നതെല്ലാം അത്ഭുതമാണ്. ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത്ഭുതമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് ദൈവം ഈ ദിവസങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ ദൈവം ഇറങ്ങി വരത്തില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവസഭയിലൂടെയാണ് ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്. ആമേൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വർഗത്തിൽ പോവുകയും ദൈവം ഭൂമിയിലിരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഭൂമിയിലിരിക്കുമ്പോൾ ദൈവത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. അതിന് കണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ അത്ര ചങ്കത്ത് കൈവച്ച് പറഞ്ഞു. ഞാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നത് ചില ദൈവപ്രവർത്തികൾ എന്നിലൂടെ ചെയ്യുവാനാണെന്ന് വിശ്വസിക്കുന്ന കാരണം ദൈവം ഈ ശരീരത്തിലൂടെ ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുകയാണ്. ഈ ശരീരത്തോടെ മനുഷ്യൻ നിന്ദിച്ചാലും ആരൊക്കെ നിന്ദിച്ചാലും ആരൊക്കെ മാനിച്ചില്ലെങ്കിലും ഭരണം ദൈവം ഒരുവനെ മാനിക്കാൻ തീരുമാനിച്ചാൽ ഈ ദിവസങ്ങൾ ഒരു ശഹയം അതിനെ തടുക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനിക്കുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. അല്പസമയം മുന്നോട്ട് കടന്നു പോകുന്നതിന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. വിശ്വസതയോടെ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ദൈവജനത്തിന്റെ മധ്യേ പൊടുന്നതിനെ പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇന്ന് ദിവസങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഏൽപ്പിച്ചിട്ട് പറയണം, ആ ഒരു മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് വേണ്ട. What we need is the divine power of the Holy Spirit. What we want is the voice of God speaking to us. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഈ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ദൈവശക്തി ഇല്ലാതെ പറ്റത്തില്ല, ദൈവകൃപയില്ലാതെ പറ്റത്തില്ല. ആത്മീയമായി വളർന്നവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ, ഈ ഭൂമിയിൽ നല്ല സാക്ഷികളായി തീരുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന യഥാസ്ഥാനതകൾ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരുവാൻ, ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുവാൻ ഈ ദിവസങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ഞാൻ ആയി തീരുവാൻ, ആമേൻ, ക്രിസ്തുവിലുള്ള ആ സമൃദ്ധമായ ജീവൻ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ വ്യക്തിത്വമായി മാറുവാൻ, അതിൽ ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു വിശ്വാസിയായി എന്നെ മാറ്റുവാൻ കഴിയണമെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യം ദൈവശക്തിയാണ്. അല്ലെ? അപ്പോൾ ചെറുതും വലുതുമായ സകല വിഷയങ്ങൾക്കുള്ളിലും നമ്മുടെ ശക്തിക്ക് പരിമിതികളുള്ളപ്പോൾ ദൈവശക്തിക്ക് പരിമിതികളില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഏത് വിഷയത്തിന് മേലും ദൈവശക്തി വെളിപ്പെട്ടാൽ ആ വിഷയത്തിന് മേൽ പൈശാചിക മണ്ഡലത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. കമാൻ, 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 കമാൻ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ എത്രയധികം ദൈവമക്കളെ നമുക്കെതിരെ വാദിച്ചാലും ഒരു കാര്യം തിരിച്ചറിയോ, ദൈവശക്തി ഇറങ്ങുന്നിടത്ത് പൈശാചിക മണ്ഡലങ്ങളുടെ കെട്ടുകൾ പൊട്ടും, പൈശാചിക മണ്ഡലങ്ങളുടെ വാഴ്ചകൾ തകരും, പൈശാചിക മണ്ഡലങ്ങളുടെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയും. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ ആ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ നിത്യതയോളം എത്തിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്തോത്രം, ആ കൃപയാണ്. ദൈവവചനം സംസാരിക്കണമെങ്കിൽ നമുക്ക് ശക്തിയില്ലാതെ പറയാൻ പറ്റത്തില്ല. 1 തെസ്സലോനിയർക്ക് ലേഖനം 1:5 പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ 1 തെസ്സലോനിയർക്ക് ലേഖനം 1:5 പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബഹുനിശ്ചയത്തോടെയാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ചുമ്മാ കാണാപ്പാടം പഠിച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് സ്തോത്രം ബുദ്ധിയിൽ പറയുന്ന വചനമല്ല പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാടാണ് ഞാൻ സംസാരിക്കുന്നത്, കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞാൻ തരുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എത്ര വേണം അതിനകത്ത് ആ ശക്തി കിടക്കുന്നേ? അല്ലെങ്കിൽ ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു. അപ്പോൾ ദൈവശക്തി ദൈവവചനത്തിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കും, ദൈവിക സൗഖ്യങ്ങൾ നടക്കും,
പൈശാചിക കെട്ടുകളെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പൗലോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവരെ ആരെയും തലയെ കൈവച്ചില്ല. ദൈവത്തിന്റെ വചനം അവരുടെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അന്യായ ഭാഷയിൽ സംസാരിക്കുന്നതിന് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ദൈവശക്തി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എത്ര ദൈവത്തിന് നന്ദി പറയും കർത്താവേ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, അവിടുത്തെ ശക്തിക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിരിക്കുന്ന മൻനിധിക്കായി, ആ നിധിക്കായി സ്തോത്രം. അവിടുത്തെ ശക്തി ഞങ്ങളുടെ ശരീരങ്ങളുടെ മേൽ ഉള്ളിൽ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. ഈ ശരീരത്തിന് ഉള്ളിൽ പകരപ്പെട്ട ഒരു നിധിയുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ആമേൻ. പെന്തക്കോസ്ത് ദിനം അവിടെ 1 കൊരിന്ത്യർ 4:20 പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. അപ്പോൾ പൗലോസ് വചനം പറയുമ്പോൾ ആ വചനത്തെ സ്ഥിരീകരിക്കാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി കൂടി അവിടെ വെളിപ്പെട്ട് വന്നു. ആമേൻ. ഇന്ന് കേട്ടിട്ട് മടങ്ങിപ്പോകുന്നവരല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവവചനത്തിലൂടെ ഈ ദിവസങ്ങൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടും. ഒരുപാട് വചനം വർഷങ്ങളായി നമ്മൾ കേട്ടു, പക്ഷേ പലതും പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ അത് കർത്താവ് അവർ പോയടത്തേക്കും വചനം പറയുന്നിടത്തൊക്കെയും ആമേൻ അവിടെ ദൈവം തൻ്റെ പ്രവൃത്തിയാൽ വചനത്തെ സ്ഥിരീകരിച്ചു കൊണ്ടിരുന്നു. ആമേൻ. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്തോത്രം ചില വചന പഠനങ്ങളല്ല, ആത്മാവിലുള്ള ആമേൻ ദൈവവചനം ഈ ദിവസം ആത്മാവിൽ ഏറ്റെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ, പൈശാചിക മണ്ഡലം നമ്മുടെ ജീവിതത്തെ പലപ്പോഴും തളർത്തുവാൻ നോക്കിക്കൊണ്ടിരിക്കും. അത് ചില വ്യക്തികളിലൂടെ കടന്നു വരും, സാഹചര്യങ്ങൾ, നമ്മൾ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു വരും. അപ്പോൾ പല തലങ്ങളിൽ ഈ നമ്മുടെ ശക്തിയെ എങ്ങനെയെങ്കിലും ചോർത്തിക്കൊണ്ട് പോകാൻ പിശാച് നോക്കുമ്പോൾ ഇന്ന് നമുക്കുള്ള ഡയറക്ഷൻ മാറിപ്പോകരുത്, നമുക്കുള്ള വിഷൻ മാറിപ്പോകരുത്. ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, ഇന്ന് ഈ പകലിൽ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പം ഞാനൊരു ശക്തിയോടെയാണ് പോകുന്നത്. ആ ശക്തിയെ കൊണ്ടുപോകാൻ ഒരു ഇരുട്ടിൻ്റെ വ്യാപാരത്തെ സമ്മതിക്കരുത്. അവൻ എങ്ങനെയെങ്കിലും പതിയിരിക്കുക, ഏതെങ്കിലും വിഷയങ്ങളോടെ, ഏതെങ്കിലും വ്യക്തികളോട്, ഏതെങ്കിലും സാഹചര്യങ്ങളോട് എന്നിൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ ചോർത്തിയാൽ പിന്നെ എൻ്റെ ജീവിതം വെറും ഒരു സ്തോത്രം ഒരു എന്താണ് പറയുന്നത്, ഒരു കൊമ്പ് പോലെ ഈ ദിവസങ്ങൾ നമ്മൾ ആയി തീരുവാൻ, ഒരു ഉണങ്ങിയ അവസ്ഥയായി തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു ബലത്തിൻ്റെ നിറവിലേക്ക്, ഒരു ആത്മശക്തിയുടെ അനുഭവത്തിലേക്ക് നിരന്തരമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ദിവസങ്ങൾ ദൈവസഭയുടെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. കർത്താവിൽ ആദ്യം, ഭർത്താവിലല്ല, കർത്താവിൽ ആദ്യം ശക്തിപ്പെടണം. ആമേൻ. കർത്താവിനെ ആദ്യം അറിയണം. യേശു നമ്മുടെ ജീവനായിരിക്കണം. യേശുവുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു കൂട്ടുബന്ധം വേണം. യേശു നമ്മുടെ സർവ്വവുമായി തീർന്നു കഴിയുമ്പോഴാണ് ശക്തി നമ്മുടെ മേൽ വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒലിവ് തൈയല്ല, ആമേൻ. ഈ ദിവസം സാക്ഷാൽ മുന്തിരിവള്ളി അയക്കുന്ന യേശുവാകുന്ന കൊമ്പുമായി ഒട്ടിച്ചേർക്കപ്പെട്ട ജീവിതങ്ങളിലേക്കാണ് അതിലൂടെ ഒഴുകുന്ന ആ ദൈവശക്തി കൊമ്പിലേക്ക് പകർന്നു പോകുന്നത്. ആമേൻ. അവനുമായി എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കും. ആമേൻ. ആമേൻ. അപ്പോൾ കർത്താവിലുണ്ട്, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു അമിത ശക്തി ഉണ്ട്. കർത്താവില്ലെങ്കിൽ അമിത ശക്തിയില്ല. ശക്തിയുണ്ട്, പക്ഷേ അമിത ശക്തിയില്ല. സോ നമുക്ക് ആവശ്യം ശക്തിയല്ല, നമുക്ക് വേണ്ടത് അമിത ശക്തിയാണ്. എത്ര പേർക്ക് അമിത ശക്തി വേണം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ശക്തി കൊണ്ടൊന്നും പറ്റത്തില്ല. കർത്താവിന് മനസ്സിലായി, ഈ ശിഷ്യന്മാർ ഈ ശക്തിയായിട്ട് പോയാൽ മിക്കവാറും ഇവരുടെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാകുന്നു. യേശുവിനറിയാം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അവർ ഭയപ്പെട്ടിരിക്കുകയാണ്, ഭയം അവരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾ ഈ ശക്തി പ്രാപിക്കാതെ മുന്നോട്ട് പോകരുത്. ആമേൻ. അപ്പോൾ ഈ ശക്തി ഈ ദിവസങ്ങളിലും കടന്നു വരുമ്പോഴാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 41:14 പറഞ്ഞിരിക്കുന്നത്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. അപ്പോൾ പലർക്കും ഈ പുഴുവിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്
ഈ ദൈവം നമ്മളെ പുഴുന്ന് വിളിച്ചതല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പുഴുവാന്ന് കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോകുന്നില്ല. ഈ സ്തോത്രം. അപ്പോൾ ഈ ദൈവം പറയാതിരിക്കുന്നത് പുഴു എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ലോകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിസാരന്മാരായി തോന്നിയേക്കാം. സ്തോത്രം. ഇവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണെന്ന് ലോകം പറയുമ്പോൾ അല്പസമയം കൊണ്ട് തന്നെ സീറോ ആയിരുന്നവനെ ഒരു ഹീറോ ആക്കി മാറ്റിയത് ദൈവശക്തിയാണെന്ന് തിരിച്ചറിയുന്നവർ പറയണം. ഈ ദിവസങ്ങളിൽ ചില മാന്യതകൾ എനിക്ക് കുടുംബത്തിനകത്തില്ലെങ്കിലും സമൂഹത്തിലില്ലെങ്കിലും ബന്ധുമിത്രാദികളിടയിലില്ലെങ്കിലും ചാർച്ചക്കാരിലെങ്കിലും ഈ ദിവസങ്ങളിൽ പക്ഷേ സഭയിലില്ലെങ്കിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഈ ദൈവശക്തി ഇറങ്ങി വന്നാൽ ഒരു പുഴുവായ യാക്കോബിനെ ഒരു ബുൾഡോസറാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. പുഴുവിനെ ബുൾഡോസറാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറയാം, നിന്നെ ഞാൻ ഒരു മെതിവണ്ടിയാക്കാൻ പോവുക. മെതിവണ്ടിയാകാൻ എനിക്ക് താല്പര്യം, എത്ര താല്പര്യമുണ്ട്. അല്പസമയമുള്ളെങ്കിലും പുഴു ജീവിച്ചാലും സ്തോത്രം, അല്പസമയം ജീവിച്ചാലും മതി. അവൻ കർത്താവിന് വേണ്ടി ചെയ്യാൻ അത്രയും മാക്സിമം ചെയ്യാൻ നമ്മൾ ശക്തിയോടെ ചെയ്യണമെന്ന് എത്ര പേർക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആരെന്ത് ബോധ്യം തന്നാൽ ഇന്ന് വിശ്വാസം ദൈവം തരുന്ന ബോധ്യങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അത് വ്യക്തമായി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ചുറ്റുവട്ടമുള്ളവർ തന്ന ബോധ്യങ്ങളല്ല ഗിദെയോനെ നീ ചുമന്നുകൊണ്ട് നടക്കുന്നത്. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ തരുന്ന ബോധ്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. അല്ലേ? അതിനാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കർത്താവിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലൂടെ ഒരു ദൈവം പറയുന്നത് വീരപരാക്രമശാലിയെ എന്നാണ് വിളിച്ചത്. മനുഷ്യൻ പറഞ്ഞ നീ ചെറിയവനാണെന്ന് മനുഷ്യൻ പറയുമ്പോൾ ദൈവം പറയാ നീ വീരപരാക്രമശാലിയാ. കാരണം ദൈവശക്തി ഈ ശക്തിയോടെ പോകാനാണ് ഗിദെയോനോട് പറയുന്നത്. ഉള്ള ശക്തി കൊണ്ട് പോയാൽ ഗിദെയോന് പോകാൻ പറ്റത്തില്ല. ഗിദെയോനെ ദൈവം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്നു കൊണ്ട് സ്തോത്രം ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവശക്തി അയക്കപ്പെട്ടപ്പോൾ ദൈവം അവനൊരു തീജ്വാലയാക്കി മാറ്റി. ഹല്ലേലൂയ. എന്നെ ഒരു അഗ്നി തൂണ, എന്നെ ഈ ദിവസങ്ങളിലും അഗ്നിജ്വാലയാക്കി തൻ്റെ ജനത്തെ മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. അല്ലെങ്കിൽ കാറ്റുകളായി തൻ്റെ ദൂതന്മാരെ മാറ്റുന്ന ദൈവം, അഗ്നി കഷ്ണങ്ങളായി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഇന്ന് വിശ്വാസം പറ. ശത്രു പറഞ്ഞതല്ല, ദൈവം പറയുന്നതാണ് അവസാന വാക്ക്. എന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ തട്ടിയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിഷ്ഫലമായി മാറട്ടെ. സ്തോത്രം, സ്തോത്രം. ദൈവം പറയുകയാണ്, ചില വിഷയങ്ങൾ നടന്നിട്ടില്ല, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഗാർഡനായി മാറും. മരുഭൂമി ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആത്മാവിൻ്റെ ശക്തിയെ പകരുവോളം എന്ന് ആത്മാവിൻ്റെ ശക്തിയുടെ ആഴങ്ങൾ, അതിൻ്റെ തലങ്ങൾ, അതിൻ്റെ മെഷർമെൻറ്റിൽ എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുന്നു. അന്ന് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളും ശത്രു വെളിപ്പെടാൻ സമ്മതിക്കാതെ മറച്ചിട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഒരു ദൈവശക്തിയുടെ ഒരു ഒഴുക്ക് ഈ ദിവസങ്ങൾ ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, മരുഭൂമിയെ വളരെ വേഗത്തിൽ ഗാർഡനാക്കി മാറ്റുക മാത്രമല്ല, ഗാർഡനെ ദൈവം ഒരു വനമായി മാറ്റുവാൻ അല്പസമയം കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഈ ദിവസങ്ങൾ കഴിയണമെങ്കിൽ എനിക്ക് ആവശ്യം ദൈവശക്തി. ശക്തിയെ കീഴടക്കാൻ കഴിയുന്ന ദൈവശക്തിക്ക് മാത്രമേ ഉള്ളൂ. ദൈവശക്തി ശത്രു എൻ്റെ നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ വരുമ്പോൾ, ശത്രു എൻ്റെ നേരെ ഒരു വൻ തിരമാല പോലെ ഉയരുമ്പോൾ, ആ തിരമാലയ്ക്ക് മീതെ ഉയരുവാൻ തക്കമുള്ള ഒരു ദൈവശക്തി ദൈവം തന്നെ ജനത്തിന് മേൽ പകരും. എൻ്റെ മുമ്പിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, എനിക്ക് മറികടക്കാൻ കഴിയാത്ത വിഷയങ്ങളെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ അതിനെ മറികടക്കുവാനുള്ള ദൈവശക്തി ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് ദൈവം നൽകും.
ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ സിംഹം വന്നപ്പം സിംഹത്തെ മറികടക്കാനുള്ള ശക്തിയാണ് കൊടുത്തത്. ഹല്ലേലൂയ. ഇപ്പൊ ഏതെങ്കിലും വിഷയത്തെ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ, അവൻ കഴിഞ്ഞ ആൾ വന്ന വിഷയത്തെക്കാളും വലിയ വിഷയമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ വിഷയത്തെ മറികടക്കുവാനുള്ള വഴിയും ആ വിഷയത്തെ മറികടക്കുവാനുള്ള ദൈവശക്തിയും ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് പകരം ഒരു സിംഹത്തെ അവൻ സ്വന്തം കൈകൊണ്ട് വലിച്ചു കീറുന്ന ദാവീദ് പറയും, ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കും പറയും, എനിക്ക് വിഷയം ഗോലിയാത്തല്ല, എനിക്ക് വിഷയം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലമല്ല, എനിക്ക് എൻ്റെ വിഷയം എൻ്റെ വിശ്വാസത്തിൻ്റെ തലമാണ്. ഈ ദിവസങ്ങളിലും അതേ ആ സിംഹത്തെ വലിച്ചു കീറുവാൻ ദൈവ ശക്തി തന്നെങ്കിൽ എൻ്റെ ശക്തി കൊണ്ട് ഒരു സിംഹത്തെ എനിക്ക് വലിച്ചു കയറാൻ കഴിയത്തില്ല. ആമേൻ. എന്നാൽ ഒരു ഗോലിയാത്തിനെ വലിച്ചു കീറുവാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപയും ദൈവശക്തിയും എൻ്റെ മേൽ പകരുമെന്ന് വിശ്വസിക്കുന്നവർ പറയണം ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വിഷയത്തിൻ്റെ മേൽ അതിനെ മറികടക്കുവാനുള്ള ദൈവശക്തി, അതിനാവശ്യമായിരിക്കുന്ന ദൈവകൃപ. ആമേൻ, സ്തോത്രം കർത്താവേ. എനിക്ക് ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ എന്നെ പലപ്പോഴും മാറ്റുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ അത് ഈ ദിവസം കീഴടക്കുവാനുള്ള ശക്തിയെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ശക്തിയെ ദൈവം സാത്താന്യ തന്ത്രങ്ങളെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവശക്തി, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാൻ കർത്താവ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ സർവായുധ വർഗം ധരിക്കുവാൻ നമുക്ക് നമ്മുടെ കരങ്ങൾക്ക് താമ്രജാപം കുലയ്ക്കുവാനുള്ള ശക്തിയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ആയുധങ്ങൾ കരങ്ങൾ എടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ബുദ്ധിയിലൊക്കെ കാര്യങ്ങൾ അറിയാം, പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ പലതും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ആത്മീയ പരാജയങ്ങളെ മാറ്റി ഈ ദിവസങ്ങൾ ആത്മീയ വിജയങ്ങളാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ നമുക്കാവശ്യം ദൈവത്തിൻ്റെ അവൻ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലുമുള്ള ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അവിടെ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ജയമെടുക്കുവാനുള്ള ദൈവശക്തി നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമ്മളെ ഞെരുക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ നമ്മളുടെ ഒരു വശം നമുക്ക് ആരെയും സൗഖ്യമാക്കാനോ നമുക്ക് ആരെയും വിടുവിക്കുവാനോ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം ചെയ്യും. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മേൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയാത്ത തലങ്ങളിൽ ആവശ്യമായിരിക്കുന്ന ദൈവശക്തിയെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പകരും. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ ആവശ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം കൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുന്നത്, ശക്തിയില്ലാത്തതിൻ്റെ മേൽ ഞാൻ ശക്തിയെ പകരും, ബലമില്ലാത്തവന് ഞാൻ ബലം പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി മണ്ഡലങ്ങളായിരിക്കാം, ആത്മീയ ജീവിതത്തിലായിരിക്കാം, കുടുംബ ജീവിതത്തിലായിരിക്കാം. ആമേൻ. ഈ ദിവസങ്ങളിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, ഏതെങ്കിലും തലത്തിൽ കർത്താവേ എനിക്ക് ചിലത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ. പക്ഷേ എനിക്ക് ചില വിഷയങ്ങളുടെ മേൽ എനിക്ക് ജയമെടുക്കേണ്ട ചില മണ്ഡലങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ജയമെടുക്കാൻ കഴിയുന്നില്ല. നാളുകളായി, വർഷങ്ങളായി ആ സ്തോത്രം ആ വിഷയത്തിൻ്റെ മേൽ ഒരു പക്ഷേ ആത്മീയമായിട്ടുള്ള ചില ദൈവിക വെളിപ്പാടുകൾ കർത്താവിനെ പറ്റിയുള്ള ജ്ഞാനത്തിലായിരിക്കാം. ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ മാനസികമായ തലങ്ങളിലുള്ള വിഷയമായിരിക്കാം. ഒരു പക്ഷേ സ്തോത്രം ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ഏതെങ്കിലും എനിക്ക് സമർപ്പിക്കാൻ കഴിയാത്തൊരു തലമായിരിക്കാം. പക്ഷേ ഗോഡ് വിൽ ഗിവ് യു ദ ഗ്രേസ്. ആ പവർ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു ആവശ്യമാണ്. എൻ്റെ ആവശ്യം സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ അതിനെ മേൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ പറയണം ഹല്ലേലൂയ. ഞാൻ നേരിടുന്ന പ്രതികൂലത്തിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ ഒരു ദൈവശക്തി എനിക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവേ അവിടുന്ന് അറിയുന്നു. ആ ശക്തി എൻ്റെ മേൽ ഭരണമേ. ഒരു ആവശ്യബോധമില്ലാത്തവർക്ക് ദൈവം ശക്തി കൊടുക്കത്തില്ല. ആഗ്രഹിക്കുന്നവരുടെ മേലാണ് ദൈവം ശക്തിയെ പകരുന്നത്. ആഗ്രഹിക്കുന്നവരുടെ മേലാണ് ദൈവം കൃപയെ പകരുന്നത്. ആമേൻ, സ്തോത്രം. അപ്പോ പലരെയും കാണുമ്പം ഞാൻ ഓർക്കാറുണ്ട്, കർത്താവിൻ്റെ അതിൻ്റെ മേൽ ചില വിടുതലുകൾ ഏറ്റെടുക്കുവാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഓർക്കാറുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ
നമ്മുടെ കുടുംബത്തിനകത്ത് ഇരിക്കുന്ന ബന്ധനത്തിലായിരിക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവകൃപയും ദൈവശക്തിയും ഈ ദിവസം ആഴത്തിൽ ദൈവം നമ്മുടെ മേൽ പകരുവാൻ കർത്താവിന് താല്പര്യമുണ്ട്. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് കർത്താവേ, ചില ദൈവപ്രവൃത്തി എന്നോട് വെളിപ്പെടുവാനുണ്ട്. ചില വ്യക്തിത്വങ്ങളോട് ഈ ദിവസം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്കൊരു അധികാരവും ഒരു ശക്തിയും കർത്താവ് പകർന്ന് 70 പേരെ അയച്ചപ്പോൾ തിരുവചനം പറയുന്ന 70 പേരും സന്തോഷത്തോടെ മടങ്ങി വന്നുവെങ്കിൽ ഇന്ന് ആത്മശക്തി, ഇന്ന് ആവശ്യമായ ആത്മകൃപ, ഇന്ന് ആവശ്യമായ ദൈവിക അധികാരത്തെ പരിശുദ്ധാത്മാവ് കർത്താവേ അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെ മേലും ആ ദൈവശക്തിയെ ദൈവം പകരണമേ. ഒരു വ്യത്യസ്ത നിലകളിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളോട് ചെയ്തെടുക്കുവാൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങളെ ചിലരോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ നോക്കണം. പത്രോസിനെ കർത്താവേ കരങ്ങളിൽ ചിലരോട് സംസാരിച്ചപ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടതുപോലെ ദൈവത്തിന്റെ കർത്താവേ ആ വചനം ഈ ദിവസങ്ങളിൽ സംസാരിക്കുവാനുള്ള ആ ദൈവകൃപയും അധികാരം കിടക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ചില ദൈവിക ആലോചനകൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന ദൈവിക ആലോചന ഈ ദിവസങ്ങളുടെ മേൽ പകരപ്പെടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അത് ചെയ്യാൻ പോകുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. അതൊരു സാക്ഷ്യമായി കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. വിശ്വസിച്ചു. സ്തോത്രം. യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം ഒരു സമയമാകും ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ജീവിതം കൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തളർന്നു പോകരുത്, വിശ്വാസത്തിൽ കുറഞ്ഞു പോകരുത്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിന് വേണ്ടി ദിവസങ്ങളിൽ ഈ ദിവസം അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിന് മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കഥാവിടെയാകും വളരെ ചെറിയതായ ഒരു ദൈവസഭയെ സ്വന്തം ഒരു മെഗാ ചർച്ചാക്കി മാറ്റിയത് ദൈവം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ്. നമുക്ക് മെഗാ ചർച്ചല്ല ആവശ്യം, നമുക്ക് ആവശ്യം ദൈവകൃപയിൽ കഥാവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ദൈവസഭയാണ്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോസ്തല കാലഘട്ടങ്ങളിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, 120 പേരെ ഏകദേശം ഒരു ദിവസം കൊണ്ട് 3000-ത്തിലധികമായിരിക്കുന്ന ഒരു ദൈവജനത്തെ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം 120 മേൽ പകരപ്പെട്ട ദൈവശക്തി ഇന്ന് പകലിലും 2026 അവൈലബിൾ ആണെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, സ്വർഗം തരാൻ തയ്യാറാ. ഹല്ലേലൂയ, ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ, എത്ര പേർ കരമുയർത്തി പറയും കർത്താവേ ഞങ്ങൾക്കൊരു ശക്തി ആവശ്യമുണ്ടെന്ന്? ഇന്ന് വിശ്വാസനെ കരമുയർത്തി പറ. ഒരു ദൈവശക്തി എന്നെ തൊടാൻ പോവുകയാണ്. ഇന്ന് പകലിൽ കരമുയർത്തിയിരിക്കുന്ന കരമുയർത്ത ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവർ ഏൽപ്പിച്ചിട്ട് പറ ഹല്ലേലൂയ, കർത്താവേ അവിടുത്തെ കരം എൻ്റെ കരത്തെ തൊട്ടാൽ. ഓ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ ഒഴുക്ക് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുന്നില്ല. ഈ ഉറവയ്ക്കകത്തുനിന്ന് വെള്ളം വരണമെങ്കിൽ മഴ വരണം അല്ലേ? ഉറവയുടെ പിന്നിൽ വെള്ളമുണ്ടോ? സ്തോത്രം ഉണ്ടോ? സ്തോത്രം. ഒരു വലിയൊരു ഭൂഗർഭ ഒരു വലിയ ഡാമുണ്ട്. പക്ഷേ ഈ ഡാമിനകത്തുനിന്ന് വെള്ളം പുറത്തു വരണമെങ്കിൽ ഉറവ പൊട്ടണം. ഉറവ പൊട്ടിയാൽ അത് ഒഴുകാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ഒഴുക്കായിരിക്കും. അത് വരണമെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ മഴ വരണം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഒരു ഭൂഗർഭ അറയിലതുപോലെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അത് ഈ ദിവസങ്ങൾ പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ വിശ്വസിക്കൂ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വർഷം ഒരു മഴയുടെ അനുഭവം ഈ ദിവസങ്ങൾ തളിപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ പരിശുദ്ധ ആത്മാവ് ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്ന ഇന്ന് ഒരുപാട് ബുദ്ധിമാന്മാരും ഒരുപാട് കരിസ്മയുള്ളവരും ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ളവരും ഒരുപാട് താലന്തുള്ളവരുമൊക്കെ ഇന്ന് ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇന്ന് ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഈ ദൈവശക്തി വെളിപ്പെട്ടാൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികൾ ദൈവം ആലോചനയിൽ ഭയങ്കരനാണ്. സ്തോത്രം. ദൈവിക വിസ്ഡവും സ്തോത്രം ദൈവിക നിറവും കടന്നു വന്നാൽ സ്തോത്രം കുഴഞ്ഞു മറിഞ്ഞ വിഷയങ്ങൾ ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ ചെയ്തെടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവിക ആലോചനകൾ, ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സ്തോത്രം ദൈവം ലോകം ഭോഷ്കൻ എണ്ണിയവനെ ദൈവം കരങ്ങളിലെടുത്ത് ചെയ്യിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
അതിനാ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക, അഥവാ ദൈവത്തെ ശോധന ചെയ്യും. ആർക്കും ചെയ്യാൻ കഴിയാത്ത ചിലത് ആമേൻ ദൈവജനത്തിലൂടെ ദൈവസഭയിലൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയാമെന്ന് വിശ്വസിക്കുന്ന പണം ലോകം പോഷ്കെന്നതിനെ, ലോകം നിസാരമെന്നതിനെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിലെ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകിൽ നിന്നും മറച്ചു വെച്ചത് ഈ ദിവസങ്ങൾ ദൈവ സഭയുടെ മേൽ ദൈവം പകരാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ശത്രു സമ്മതിക്കുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. നോ വേ ഹി വിൽ അലൗ ദിസ്. പക്ഷേ എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, ദൈവം അറിയാം, ആമേൻ, പിശാചിനും അറിയാം. പക്ഷെ നമ്മിൽ പലർക്കും അറിയില്ല. അതൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ പറയുന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്താകുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആരാണെന്ന് വ്യക്തമായി എനിക്കറിയത്തില്ല. പക്ഷെ അറിയുന്നവരൊരു ദൈവമാണ്. ഹല്ലേലൂയ. തന്നെ ആക്കി തീർക്കാൻ കഴിയുന്ന സർവശക്തനുണ്ട്. മറ്റൊരുവൻ പൈശാചിക മണ്ഡലമായിരിക്കാം, അതുകൊണ്ട് അതിലേക്ക് കടന്നു വരുവാൻ പിശാച് സമ്മതിക്കത്തില്ല. പക്ഷേ ഇന്ന് വിശ്വാസപരം ഒരു ദൈവശക്തിയുടെ കൃപയുടെ ആഴങ്ങൾ എൻ്റെ മേലൊന്ന് ദൈവമേ വെളിപ്പെടുത്തണമേ. ആമേൻ. സ്തോത്രം. ഇന്ന് അവൻ ആ പിശാചിൻ്റെ മേൽ ക്ഷയമെടുക്കുവാൻ, നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പാപത്തിൻ്റെ മേൽ ക്ഷയമെടുക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. മൊത്തത്താലും വീര്യത്താലും വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അതിൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഈ ദിവസം അതിനെ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ. സ്തോത്രം. എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് ഹേമിക്കുന്നുവെങ്കിൽ തുറമാനമായി വീണ്ടും നമുക്ക് ഈ ശക്തി കേന്ദ്രങ്ങളെ തകർക്കുവാനുള്ള ആമേൻ വിഷയത്തെ വീണ്ടും ദൈവം നമുക്ക് മുന്നോട്ട് ആമേൻ സ്തോത്രം കർത്താവ് വഴി നടത്തുമെങ്കിൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇരിക്കുന്ന എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ശക്തി കേന്ദ്രങ്ങൾ തകർന്നെങ്കിൽ മാത്രമേ ദൈവമക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കത്തുള്ളൂ. സ്തോത്രം. ഇത് അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ. വാഗ്ദത്തം കണ്ടമേ നിവൃത്തി കണ്ടും ചെയ്യണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. അവൻ ചുറ്റും നോക്കുക, ഒരു മനുഷ്യനെ നോക്കരുത്, ഒരു സാഹചര്യത്തെ നോക്കരുത്, ഒരു മനുഷ്യനും ആശ്രയിക്കരുത്. ആശ്രയിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവൻ നമ്മുടെ മധ്യ, കർത്താവ് നമ്മുടെ മധ്യ ഉണ്ട്. ഹല്ലേലൂയ. അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവം സമയമാകുന്നു. ഞാൻ ആരിൽ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപതിഥി അവസാനത്തോളം കാക്കുവാൻ അവൻ ശക്തനാണ്. അവൻ കർത്താവ് ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മാവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മാവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ. ഈ ദുഷ്ടലോകത്തിൻ മാലിന്യങ്ങൾ ലേശവുമേശാതെ ജീവിക്കുവാൻ. വരുമടലിൽ ജയം പ്രാപിക്കുവാൻ അമിതബലം തരണേ. വരുമടലിൽ ജയം പ്രാപിക്കുവാൻ അമിതബലം തരണേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മനിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ, പരിശുദ്ധാത്മനിറവിനാൽ തിരുഹിതം ചെയ്തിടുവാൻ. ഘോരാന്തതാമസിന്ദീപങ്ങളായി അനുദിനമെളിഞ്ഞു ശോഭിക്കുവാൻ. ഘോരാന്തതാമസിന്ദീപങ്ങളായി അനുദിനമെളിഞ്ഞു ശോഭിക്കുവാൻ. അഗ്നിയഭിഷേകം ചെയ്യണമേ, അനുഗ്രഹമരുളണമേ. അഗ്നിയഭിഷേകം ചെയ്യണമേ, അനുഗ്രഹം
സകലവും നിനക്കായി കീഴ്പ്പെടുത്താൻ കഴിയും നിൻ വ്യാപാര ശക്തിയാൽ. സകലവും നിനക്കായി കീഴ്പ്പെടുത്താൻ കഴിയും നിൻ വ്യാപാര ശക്തിയാൽ. താഴ്ചതയുള്ള ഈ മനുഷ്യരീരം മഹത്വമതാക്കണമേ. താഴ്ചതയുള്ള ഈ മനുഷ്യരീരം മഹത്വമതാക്കണമേ. ആമേൻ ആമേൻ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. അത്ഭുതങ്ങൾ ദിനമലയാളങ്ങൾ തിരുനാമത്തിൽ നടന്നിടുവാൻ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ തിരുനാമത്തിൽ നടന്നിടുവാൻ. ആത്മവരങ്ങൾ ചൊരിയണമേ, സഭയെ നീ ഉണർത്തണമേ. ആത്മവരങ്ങൾ ചൊരിയണമേ, സഭയെ നീ ഉണർത്തണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. സിയോനിൽ പണിത് തീർത്തു പ്രിയൻ മഹത്വത്തിൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ. സിയോനിൽ പണിത് തീർത്തു പ്രിയൻ മഹത്വത്തിൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ. നൊടിയടയിൽ ദൈവശക്തിയിനാൽ മറുരൂപരാകുമേ നാം. നൊടിയിടയിൽ ദൈവശക്തിയിനാൽ മറുരൂപരാകുമേ നാം. നൊടിയിടയിൽ ദൈവശക്തിയിനാൽ മറുരൂപരാകുമേ നാം. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മ നിറവിനതാൽ കഥാവുണ്ട്. അതിനെ പൂർണ്ണതകളിലേക്ക് കഥാവി ദിവസങ്ങളിൽ നടത്താൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതം ചെയ്യാം. നമ്മളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു. അത് ദൈവം നിവർത്തിക്കും. അങ്ങനെ കഥാവ് നിവർത്തിക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മ സഹവാസവും സാന്നിധ്യവും ശക്തി നമ്മളെല്ലാവരും കൂടെ കഥാവിൻ്റെ വരവിലേക്ക് ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി കഥാവ് നമുക്ക് തരാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ആ കൃപയിൽ, ആ ശക്തിയിൽ, ആ കരുതലിൽ, കാവലിൽ കഥാവ് നമ്മളെ വഴി നടത്താൻ പോകുന്നതായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കഥാവിന് നന്ദി പറയാം. ഹല്ലേലൂയ. എല്ലാ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ തകർന്ന് നാമാവിശേഷമായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവ പ്രവർത്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നതായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ.